ഒരു ഗുഡ് ഫസ്റ്റ് ഹാഫ് ഫോളോഡ് ബൈ എ ബോറൻ സെക്കൻഡ് ഹാഫ്. അതാണ് കോൺസിറ്റി എന്ന് പറഞ്ഞ പടം. അപ്പോൾ ഈ പടം ലൈക്ക് ഓൺലൈൻ റിവ്യൂസൊക്കെ കുറച്ച് മോശമായിട്ടാണ് കണ്ടത്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ റിവ്യൂസിലൊക്കെ പൊതുവെ നെഗറ്റീവ് റിവ്യൂസാണ് ഞാൻ കണ്ടത്. പക്ഷേ എന്നാലും ഐ ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് എ ഗോ. അങ്ങനെ കണ്ടു. അപ്പോൾ ഈ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ കുഴപ്പമില്ലല്ലോ, കണ്ടിരിക്കാം, കൊള്ളാവുന്ന പടമുണ്ടോ എന്നൊക്കെയാണ് തോന്നിയത്. അല്ല, സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നോ, ആ തോന്നലിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഉടച്ച് വാർത്തു. ഇപ്പോൾ എക്സിക്യൂഷൻ ആണെങ്കിലും സ്റ്റോറി ലൈൻ ആണെങ്കിലും വയ്യാത്തൊരു വല്ലാത്ത പടമായി മാറി. ഇപ്പോൾ ഇവരൊക്കെ ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്, കോമണി കളി. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വന്നൊരു ഒരു വല്ലാത്ത പടമായി മാറുന്നു കോൺസിറ്റി. പടം എൻജോയ്. ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ വർക്ക് ചെയ്ത പോലെ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഓവർ ദ ടോപ്പായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അത് പറയാതിരിക്കുകയാണ് ഭേദം. എങ്ങനെയെങ്കിലും ഒന്ന് പടം കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ ബെറ്റർ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഇവർക്കൊക്കെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊണ്ടിരുത്തുന്നുണ്ട്. അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതിന് മൊത്തത്തിൽ ഒരു പൂർ ഫിലിം, ഒരു ബിലോ ആവറേജ് എന്നല്ല, അതിലും താഴെ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ ആ ഒരു വൈബിലേക്ക് എനിക്ക് എത്താത്തത് കൊണ്ടായിരിക്കാം, മേ ബി സെക്കൻഡ് ഹാഫിലെ ആ ഒരു എക്സെൻട്രിക് വൈബിലേക്ക് ഞാൻ എത്താത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഡിഡ്ന്റ് മേക്ക് സെൻസ് ടു മീ. ലൈക്ക് ആ പടം ഡിഡ്ന്റ് മേക്ക് മച്ച് സെൻസ് ടു മീ. ഇപ്പോൾ കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർ ചുമ്മാ കണ്ടു നോക്കുക, 2.5 മണിക്കൂർ കളയാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. എനിക്ക് ഇഷ്ടപ്പെടാതെ അത്രേ ഉള്ളൂ.